ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കൽ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സപ്പോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ച് ട്രോളുകളായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഒരുപാട് ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. എന്തൊരു കാര്യം വന്നാലും അതിനെ ട്രോളാനായിട്ട് ഒരുപാട് ട്രോളന്മാർ നമുക്കിടയിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോ ഇലക്ഷൻ വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം വന്നാലോ നമ്മളെ ട്രോളാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്കും എങ്ങനെ ട്രോളുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ട്രോളുകൾ ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഗൂഗിളിൽ കയറുകയും ഏതെങ്കിലും ഒരു ആക്ടറിന്റെ ഇമേജ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമ്മൾ അത് എഡിറ്റ് ചെയ്യുകയാണ് പതിവ്. എല്ലാ ആക്ടേഴ്സിനെയും ഒരുമിച്ച് കിട്ടുന്ന ഒരു കിടിലം ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ ട്രോൾ ഇമേജസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ആദ്യമേ നിങ്ങൾ എത്തുകയുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് മലയാളം എഡിറ്റർ എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. നിങ്ങളുടെ പേജസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഡീഫോൾട്ടായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ട്രോൾസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരുപാട് ട്രോൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പബ്ലിക്കിലും നിങ്ങൾക്ക് ഒരുപാട് ട്രോൾസ് കാണാനായിട്ട് സാധിക്കും. നമുക്കിവിടെ എങ്ങനെയാണ് ട്രോൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു ഇൻ്റർഫേസിൽ താഴെ റൈറ്റ് സൈഡിലായിട്ടൊരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ബ്ലാങ്ക് ആയിട്ടുള്ള ലേഔട്ട്സ് കാണാൻ സാധിക്കും. ഇവിടെ പോർട്രൈൽ, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ്, സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ട്രോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ട്രോൾ ഇമേജസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ മെംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും. ഇവിടെയാണ് നമുക്ക് ഏതൊരു ആക്ടറിൻ്റെ അല്ലെങ്കിൽ ആക്ട്രസിൻ്റെ ഫോട്ടോയാണോ നമുക്ക് ട്രോൾ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ അടിച്ചു കൊടുത്താൽ മതിയാവും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ആക്ടറിൻ്റെ പേര് ഞാൻ അടിക്കുകയാണ്. ഓക്കെ, ഞാൻ സുരേഷ് ഗോപി എന്ന് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സുരേഷ് ഗോപിൻ്റെ ഒരുപാട് ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ട്രോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഫോട്ടോസാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രോൾ നമുക്കിതിനകത്ത് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്കതിന് ശേഷം ഈ ഒരു സെലക്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഇമേജ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമോഷൻസ്, ക്ലിപ്പ് ആഡ്സ്, ബാക്ക്ഗ്രൗണ്ട്സ് ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ട് വെക്കാവുന്നതാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ കളർ എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല കളർ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഈ ഒരു ഫോണ്ടിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഷാഡോ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഷാഡോ കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്ട്രോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ലെറ്റർ നമുക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ട്രോളന്മാർ ട്രോൾ ഇമേജസ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രോൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നൈസായിട്ട് അങ്ങ് ട്രോൾ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇത് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബോർഡേഴ്സ് കൊടുക്കാം. അതുപോലെ തന്നെ ആനിമേഷൻസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്രിസെറ്റ്സ് ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ടൈം എടുത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രോൾ ഇമേജസ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ട്രോൾ നിങ്ങളുടെ സുഹൃത്തിലേക്ക് സേവ് ചെയ്ത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരിക്കും ഗുഡ് ബൈ.